നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുവിധം ആ തമിഴന്റെ കാല് പിടിച്ച് സംഘടിപ്പിച്ചു. കൃത്യം 1 മാസത്തിനകം തിരിച്ചു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നേ. ഇതാ മോള് പറഞ്ഞ 5000 രൂപ തികച്ചുണ്ട്. മോളെ, ഞാൻ പറയുന്നത് കൊണ്ട് മോള് വേറൊന്നും വിചാരിക്കരുത്. സുരേന്ദ്രന്റെ വീട്ടുകാര് നിനക്ക് അന്യരല്ല, അതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് കാശ് ചോദിച്ചു വാങ്ങുന്നത് അത്ര ശരിയായ രീതിയിലല്ലെന്നാ എന്റെ അഭിപ്രായം. അവര് ചോദിക്കുമ്പോഴൊക്കെ നീ ഇങ്ങനെ കാശ് കടം വാങ്ങി കൊടുക്കാൻ നിന്നാ അവര് പിന്നീട് അത് ശീലമാക്കും. ചോദിക്കുമ്പോഴൊക്കെ കൊടുത്ത് സഹായിക്കാൻ നിന്നാ നിന്റെ എവിടെന്നാ കാശ്? ഇവിടെ നിന്ന് അതിനു മാത്രം വരുമാനമൊന്നും കിട്ടുന്നില്ലല്ലോ നിനക്ക്. സമ്മതിച്ചു. ഇപ്പൊ വിനോദിനൊരു അത്യാവശ്യം വന്നോണ്ടാ നീ ഈ കാശ് അവർക്ക് കൊടുക്കുന്നത്. നാളെ ഇതേ അത്യാവശ്യം അഖിലയ്ക്കോ ഇന്ദുമതിക്കോ വന്നുകൂടായികയില്ലല്ലോ. അപ്പോഴും നിന്നോട് അവർ കാശ് ചോദിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഉണ്ണുന്നവരറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവരെങ്കിലും അറിയണം. അച്ഛൻ അസുഖം ഭേദമായി വരുന്നത് അവരുടെ ആരുടെ മിടുക്കുകൊണ്ടല്ലോ. നിന്റെ ശുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാ സുരേന്ദ്രൻ ഇപ്പോ ഈ നിലയിലായത്. അതിന് ആവശ്യത്തിലധികം ബാധ്യത എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ കുട്ടി നീ പറയുന്നത്? വിനോദിനും അഖിലയ്ക്കും ജോലി ആയി കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ കാര്യങ്ങൾ അവര് നോക്കുന്നോ? കൊള്ളാം, നല്ല കഥയായി. അതിലെനിക്കൊരു പ്രതീക്ഷയില്ല. അഥവാ അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ ഇന്ദുമതി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നനഞ്ഞിടം കുഴിക്കാനേ അവര് നോക്കൂ. കൊടുക്കുന്നവനെപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാ അതിന്റെ ഒരു രീതി. നീ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ മോളെ. ആ, അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. ആ, അച്ഛനും മോളും വലിയ സന്തോഷത്തിലാണല്ലോ. അതെ കുമാരേട്ടാ, ഇന്നൊരു നല്ല കാര്യം നടന്നു. അതിന്റെ സന്തോഷത്തിലാ ഞങ്ങള്. ആ, എന്നാ ഞങ്ങളും അറിയട്ടെ. മോളുടെ അരങ്ങേറ്റം ഇന്ന് കഴിഞ്ഞ് 3-ാം ദിവസം നടത്താമെന്നാ വിദ്യാമ്മ മുഹൂർത്തം കുറിച്ച് തന്നത്. അതെ ചേച്ചി, എനിക്ക് സന്തോഷമായി. എന്നാലും എന്നേക്കാൾ കൂടുതൽ സന്തോഷം അച്ഛനാ. അത് പിന്നെ അങ്ങനെ ആകാതെ പറ്റില്ലല്ലോ. മോൾ അച്ഛന്റെ പൊന്നും കുടമല്ലേ. അരങ്ങേറ്റത്തിന് മണ്ഡപം നന്നായി അലങ്കരിക്കണമെന്നാ ചേച്ചി പറഞ്ഞത്. അതൊക്കെ വേണമെന്ന് എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള നിവൃത്തിയൊന്നും എനിക്കില്ല. അരങ്ങേറ്റം തന്നെ ഞെങ്ങി ഞെരങ്ങി വേണം നടത്തിയെടുക്കാൻ. മോള് പറഞ്ഞതാ ശരി. നമ്മൾ മനസ്സ് നിറഞ്ഞ് ആഗ്രഹിച്ചാൽ അതിനുള്ള വഴി ദേവിയായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരും. അത് അനുഭവമാണ്. എന്തായാലും രണ്ടുപേരും അരങ്ങേറ്റത്തിന് വരണം. ശരിയാ, അരങ്ങേറ്റത്തിന് ഞങ്ങൾക്കും മോളുടെ പാട്ട് വിസ്തരിച്ചൊന്ന് കേൾക്കണം. ഞങ്ങൾ ഉറപ്പായിട്ടും വരും. എന്നാ ചെല്ലട്ടെ, മോളുടെ ചെറിയമ്മയും മോനും മുറിയിൽ വിശന്നിരിക്കാവും. ഞങ്ങൾ ചെന്നിട്ട് വേണം വല്ലതും കഴിക്കാൻ. എന്നാ അങ്ങനെ ആവട്ടെ. ഓ, പാവം കുട്ടി, ഇന്നാ അതിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത്. അമ്മേ മഹാമായേ. എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ മറ്റന്നാളോ കാര്യം അറിയാൻ പറ്റും. ആ ശരി, ഓക്കെ. ഇവിടെ ഇരിക്കും മോനെ. കഴിക്കാൻ എന്തുണ്ട്? എന്താ വേണ്ടത്? മസാല ദോശ ഉണ്ടോ? ആ ഉണ്ട്. എങ്കിൽ 2 മസാല ദോശ, വടയും ചട്നിയും കൂടെ വേണം കേട്ടോ. ആ 2 പാൽ ചായ കൂടി. വട വേണം നിർബന്ധമാണോ? എന്താ ഇവിടെ വടയില്ലേ? എന്താ? അല്ല, രാവിലെ 10-15 വട കഴിച്ചിട്ടും
രണ്ടുപേരുടെ വിശപ്പ് മാറിയില്ലല്ലോ എന്ന് ആലോചിച്ചതാ. എന്താ പറഞ്ഞേ? 15 വടയോ? ആര് കഴിച്ചു? എപ്പ കഴിച്ചു? എന്താ കഴിച്ച ഇത്ര വേഗം മറന്നുപോയോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ ഭക്ഷണം തരാൻ മനസ്സില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? തരാൻ മനസ്സിലേ മോഷ്ടിക്കുന്നാണോ നിങ്ങൾ പറയുന്നത്? മോഷ്ടിച്ചെന്നോ? ആര് മോഷ്ടിച്ചെന്ന്? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ദേ, കൂടുതൽ നമ്പർ ഇങ്ങോട്ട് ഇറക്കണ്ട. നിങ്ങളുടെ മോൻ ഇവിടെ വന്ന് വട മോഷ്ടിച്ചില്ലേ? എന്റെ ഈശ്വര, എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ കുഞ്ഞ് ഇവിടെ വന്ന് വട മോഷ്ടിച്ചെന്നോ? ദൈവദോഷം പറയരുത് കേട്ടോ. അവ ഇപ്പൊ ഉറക്കഴിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അത് നിങ്ങൾ മാത്രം പറഞ്ഞാ പോരല്ലോ. അവൻ ഇവിടെ വന്ന് വട മോഷ്ടിച്ചെന്നുള്ളത് സത്യം തന്നെയാ. മര്യാദയ്ക്ക് അതങ്ങ് തുറന്ന് സമ്മതിക്കുന്ന നല്ലത്. എന്റെ ഈശ്വര ഭഗവാനെ, എന്തൊക്കെ ഈ പെണ്ണ് പറയുന്നത്? എന്റെ മോൻ വട മോഷ്ടിച്ചെന്നോ? കൊച്ചെ, സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണം. കാര്യം നമ്മൾ പ്രാരാബ്ധക്കാരാണെങ്കിലും കട്ടും മോഷ്ടിച്ചും ജീവിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല എന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. അതുകൊണ്ടാ നിങ്ങൾ എവിടെ കയറ്റി താമസിപ്പിച്ചത്. പക്ഷേ അത് വെറുമൊരു തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. പാവങ്ങളാണെങ്കിൽ ഞങ്ങൾ അന്തസ്സോടെ കഴിയുന്നവരാ.